അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു RC കാർ തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Wltoysൻ്റെ ഒരു 1/28 സ്കെയിൽ, അതായത് ഒരു ഇത്തിരി കൂടെ ചെറുതാണ്, നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു RC കാറാണ്. അപ്പോൾ ഒരു നമുക്ക് ഇൻഡോർ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പ്രിഫറബിളി ഇൻഡോറേ പറ്റുള്ളൂ, നമുക്ക് ഔട്ട്ഡോർ ഓടിക്കാൻ വേണ്ടി പറ്റില്ല. ഔട്ട്ഡോർ ആണെങ്കിൽ തന്നെ നമ്മൾ ടൈലിട്ടതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള സ്മൂത്ത് സർഫസിൽ മാത്രമേ ഇത് ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ Wltoysൻ്റെ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ ഏരിയയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/28 സ്കെയിൽ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ Wltoysൻ്റെയും RGTയുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കൊള്ളാത്ത മോഡൽ നമ്പർ ആയിരിക്കും, മോഡൽ നെയിം ഉണ്ടാവില്ല, ഒരു നമ്പർ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നോക്കിയിട്ട് അല്ലാണ്ട് പറയാൻ വേണ്ടി പറ്റില്ല, മറന്നു പോകും. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 284131. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല, ഇതെല്ലാം ഒരുമാതിരി ഒരു കറക്കി കുത്തി ഒരു നമ്പർ ഇടുന്ന പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ US തന്നെ പറയാം, $US തന്നെ പറയാം, $60 ആയിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുക്കുന്ന ടൈമിൽ ഏകദേശം 5 രൂപ എടുത്തെന്തോ സംതിങ് എന്തോ ആയിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കസ്റ്റംസ് അണ്ണന്മാർ കുറച്ച് ടാക്സും കൂടി ഇട്ട് തന്നു, ഒരു 1800-ന് ടാക്സും കൂടെ വന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു 7 രൂപക്ക് മേലെ. അപ്പോൾ നമുക്ക് ഒന്ന് ടോട്ടൽ ചെയ്ത് പറഞ്ഞാൽ 7 രൂപക്ക് അടുത്ത് എന്തായാലും വന്നിട്ടുണ്ട്. ആ ഒരു പ്രൈസ് പോയിന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. പക്ഷെ എന്നാൽ പോലും ഇതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ബാക്കിയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ടയേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റൽ പാർട്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ചേസസ് വരുന്നത് മെറ്റൽ തന്നെയാണ്, അതും കൂടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ സർവോ ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. സോ കൂടുതൽ ഡിലേ അടിപ്പിക്കാണ്ട് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കസ്റ്റംസുകാർ വന്നിട്ട് ഇത് തുറന്നു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് തുറന്നു നോക്കിയായിരുന്നു, ഒരു ഫുൾ ഡിസ്ക്ലോഷർ തന്നെയാണ്. ഞാൻ തുറന്നു നോക്കി, സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുന്ന നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്തത്. ഇത് ഇവരിപ്പോൾ പൊട്ടിച്ച് നോക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഓവർ ഹെഡൊന്നും പോകുന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുറക്കാം. അപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഓക്കെ, ബോക്സിൽ നമുക്ക് ഇങ്ങോട്ട് തള്ളി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയായിട്ടാണ് നമ്മുടെ കാർ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് കാറിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു ഫോണിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഒരു 6.4 ഇഞ്ചിൻ്റെ ഫോൺ കറക്റ്റ് ഏകദേശം അതിൻ്റെ അകത്ത് ഫിറ്റ് ആവും. അതിൻ്റെ അകത്തുനിന്നല്ല, ഓൾമോസ്റ്റ് ആ സെയിം സൈസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു 1/10 സ്കെയിൽ ഉണ്ട്, അതിൻ്റെ ഒരു എക്സാക്റ്റ് ക്ലോൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ ഞാനൊരു സൂചന തരാം, ആർമയുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു കാറിൻ്റെ ഒരു ക്ലോൺ പോലത്തെ ഒരു സ്മോൾ സൈസാണെന്നുള്ളൂ, ആ ഒരു ബോഡി ഷേപ്പാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുള്ളും കുറേ LED ഉണ്ട്. അതെന്തായാലും ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അഴിച്ചിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് എന്തൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിലിക്ക ജെല്ല് വരുന്നുണ്ട്, അത് പോയി എന്തായാലും താഴെ. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് പാർട്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും. Wltoysൻ്റെയൊക്കെ സാധനങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് പാർട്സിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാൻ പറ്റും. പാർട്സിൻ്റെ മോഡൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് സാധനം മേടിക്കാം. പാർട്സ് ഇവിടെ ലോക്കൽ അവൈലബിൾ ആയിരിക്കില്ല, ബട്ട് പുറത്തൊക്കെ അവൈലബിൾ ആണ്. അതൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി പോലെ നമുക്ക് പാർട്സ് എല്ലാ പാർട്സും ഇതിന് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അതല്ലാതെ നമുക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പെയർ ഗിയറിങ്സ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ഗിയേഴ്സ് വരുന്നുണ്ട്. കാര്യം ഇതിനകത്ത് കുറേ പാർട്സ്, കുറച്ച് ഗിയറിംഗ് ഒക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, അപ്പോൾ അതിനൊക്കെ കുറച്ച് സ്പെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ക്ലിപ്പ് സ്പെയർ വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ബോഡി ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, ഊരാനും പിടിക്കാനും ഇടാനൊക്കെ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതാണ് ബോഡി ക്ലിപ്പ്. അപ്പോൾ അത് ഇടാൻ വേണ്ടി ഒരു ഇത്തിരി പാടായിരിക്കും. അതല്ലാതെ നമുക്ക് വരുന്നത് ഡീഫോൾട്ട് നമ്മൾ Wltoysൻ്റെയൊക്കെ ഒപ്പം വരുന്ന ഒരു USB ചാർജറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ Wltoysൻ്റെ ഒപ്പം വരുന്ന ഡീഫോൾട്ട് വരുന്ന ട്രാൻസ്മിറ്ററാണ്. നമ്മുടെ 1/14 സ്കെയിൽ ബഗ്ഗിയുടെ ഒപ്പം വന്ന സെയിം ട്രാൻസ്മിറ്റർ തന്നെയായിരുന്നു. അപ്പോൾ അതിവിടെ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും, ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യാസവും കറക്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് പുതിയത്, നമ്മുടെ ലോഗോ ഒട്ടിച്ചേക്കുന്നതാണ് പഴയത്. ഓക്കെ, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും എക്സാക്റ്റ് സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ചാണെങ്കിൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിപ്പോൾ എന്തായാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ Wltoysൻ്റെ 1/28 സ്കെയിൽ കാർ. ഞാൻ എത്ര പറയുന്നത് മോഡൽ നമ്പർ ഞാൻ പറയുന്നില്ല, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അടി നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, മെറ്റലാണിത്. ഓക്കെ,
അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് 130 സൈസ് മോട്ടറായിട്ടാണ്, 180 അല്ല 130 സൈസ് മോട്ടറാണ് വരുന്നത്. ചെറിയൊരു കാറാണ്. അതുപോലെ തന്നെ നമുക്ക് ഷോക്സ് വരുന്നുണ്ട്, സ്പ്രിങ് ടൈപ്പാണ് വരുന്നത്. അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ബൗൺസ് ഒന്നും അങ്ങനെ അതിന് മാത്രമൊന്നും ഉണ്ടാകുന്നില്ല, ചെറിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസേ ഉള്ളൂ. അതുപോലെ തന്നെ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റേർണൽ പാർട്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന മോട്ടറിൻ്റെ അവിടെ വരുന്ന ഗിയർ മെറ്റലാണ്, പക്ഷേ ഇവിടെ വരുന്ന ഗിയർ പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഇവിടെ പോയിരിക്കുന്നത് മെറ്റലാണ്. അതുപോലെ തന്നെ ഡോഗ് ബോൺസ് വരുന്നത്, അതായത് നമ്മുടെ ടയറിലേക്ക് വരുന്ന ഗിയറിൽ നിന്ന് ഡിഫ് വരുന്നുണ്ട്, ഫ്രണ്ട് ബാക്കും. അതിൽ നിന്ന് വരുന്ന പോയിൻറ്റും മെറ്റൽ തന്നെയാണ് ഉള്ളത്, ഫ്രണ്ടും അതുപോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഇതൊന്നും ഈ പ്ലാസ്റ്റിക് പാർട്ടൊന്നും അഡ്ജസ്റ്റബിൾ അല്ല, ഇതെല്ലാം പ്രീഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ടയറിൻ്റെ ആംഗിൾ കാര്യങ്ങളൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലാതെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് ഇവിടെയാണ് ഉള്ളത്. ഈ ബാറ്ററി ഊരിയെടുക്കാനൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ബാറ്ററി ഊരാൻ വേണ്ടി പറ്റും, ഊരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടൊരു പിന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു പിന്നുണ്ട്. ഇത് 2 ആഴ്ച മാത്രമേ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാനെന്തായാലും ചാർജ് ചെയ്യുന്നില്ല, നമുക്ക് ഡീഫോൾട്ട് ഈ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കാറിന് ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ റിമോട്ടുമായിട്ട് ഇപ്പോൾ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. നമുക്ക് പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രൊപ്പോഷണൽ ത്രോട്ടിലുമാണ്. ഞാൻ ഇവിടെ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കാം, നമുക്ക് പതുക്കെ കൊടുക്കാം. സ്ലോ സ്പീഡും ഇതും, അതുപോലെ തന്നെ റിവേഴ്സ് ആണെങ്കിലും റിവേഴ്സ് ഒരു ബ്രേക്ക് ഉണ്ട്, അത് കഴിഞ്ഞാലേ റിവേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഫോർവേഡ് കൊടുത്തിട്ട് അപ്പോൾ തന്നെ റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്കാണ്. അപ്പോൾ ഒന്ന് വിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ റിവേഴ്സ് പോരുള്ളൂ, നോർമൽ കാർ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ LED ലൈറ്റ്സ് ആണെങ്കിൽ പോലും ബാക്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ള് വൈറ്റും ബാക്കിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് പോലെ തന്നെയായിട്ട് 3 ലൈറ്റും ഉണ്ട് പുറകിലും. ഓക്കെ, സോ അത്യാവശ്യം കാണാനാൾ ലുക്കാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് ഒരു ഗിയറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗിയറുകൾ മാറ്റണോ പിടിക്കണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പെയർ ഉണ്ട്. അതുപോലെ തന്നെ സ്പെയർ ബോഡി ക്ലിപ്പും ഉണ്ട്. ബോഡി ക്ലിപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ചെറിയൊരു ബോഡി ക്ലിപ്പാണ്. ഈ ഒരു ബോഡി ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിരലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി ക്ലിപ്പ് ഊരണതിന് കുഴപ്പമില്ല, ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ആ സൈസിനനുസരിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഊളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ബോഡി ആണെങ്കിലും മെറ്റൽ ബോഡിയാണ് വരുന്നത് ഫുൾ. ഓക്കെ, സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് താഴ്ത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് റൺ അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ RC കാറിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡലാണ്. നിങ്ങൾക്ക് അതിന് മാത്രം സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല, ഇൻഡോറിലേക്ക് പറ്റിയൊരു സാധനമാണ്. പക്ഷേ ഇത്തിരി സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രോട്ടിൽ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്കൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ LED ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള കൺട്രോൾസ് ഒന്നുമില്ല. അപ്പോൾ LED ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ESCയും ഇതെല്ലാം കൂടെ ഒന്നിച്ചേരാണ്. ESC റിസീവറൊക്കെ ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ആ LED വയേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് LED ഓഫ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് സ്വിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.